ഹലോ, ഇന്ന് നമുക്ക് ലവർ എന്ന തമിഴ് സിനിമയുടെ കഥ നോക്കിയാലോ. ദിവ്യയും അരുണും ഇവർ രണ്ടുപേരും കോളേജ് കാലഘട്ടം മുതൽ പ്രണയത്തിലാണ്. ഒരു ഘട്ടം എത്തിയപ്പോൾ അരുണാണെങ്കിലോ ദിവ്യയെ കൺട്രോൾ ചെയ്യുവാനായും തുടങ്ങി. ദിവ്യയാണെങ്കിലോ അരുണിനോട് കള്ളവും പറഞ്ഞു. അതോടെ അവരുടെ രണ്ടുപേരുടെയും റിലേഷനിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാനായും തുടങ്ങി. അതെന്തെന്നൊക്കെ അറിയാൻ എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ IT കമ്പനിയിൽ ജോലി ചെയ്യുന്ന കുറച്ച് ഫ്രണ്ട്സ് കറങ്ങുവാൻ പോവുകയാണ്. അവർ ബീച്ചിലൊക്കെ സമയം ചിലവഴിച്ച് ഒരു ഗെയിമൊക്കെ കളിക്കും, ട്രൂത്ത് ഓർ ഡെയർ പോലെ. ആ കൂട്ടത്തിൽ നായികയായ ദിവ്യയുമുണ്ട്. എല്ലാവരോടും ഓരോ ചോദ്യങ്ങൾ ചോദിക്കും. അവരാണെങ്കിലോ ഉത്തരങ്ങളൊക്കെ പറയും. ദിവ്യയോട് അവളുടെ പ്രണയത്തെപ്പറ്റി പറയുവാനായി പറയും. ദിവ്യയാണെങ്കിലോ അങ്ങനെ കഥ പറയുകയാണ്. ദിവ്യ കോളേജിൽ പഠിക്കുമ്പോൾ കോളേജ് ആർട്സ് ഡേയിൽ വെച്ചാണ് ആദ്യമായി ദിവ്യ നായകനായ അരുണിനെ കാണുന്നത്. അരുണാണെങ്കിലോ വിജയ് സേതുപതിയുടെ ശബ്ദം അനുകരിക്കുകയായിരുന്നു. ആദ്യ കാഴ്ചയിൽ തന്നെ ദിവ്യയ്ക്ക് അരുണിനോട് ഒരു ക്രഷ് തോന്നി. അതുപോലെ തന്നെ സ്റ്റേജിൽ നിന്ന് തന്നെ നോക്കുന്ന ദിവ്യയെ കാണുന്ന അരുണിനും ഇഷ്ടം തോന്നുകയാണ്. അങ്ങനെ അവർ പരസ്പരം പരിചയപ്പെട്ട് പ്രണയത്തിലേക്കും പോകുന്നു. കോളേജ് കാലഘട്ടം അവർ പ്രണയിച്ച് ജീവിച്ചു. അങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരിക്കവേ അരുൺ ദിവ്യയെ ഫോൺ വിളിക്കും. കോൾ എടുത്ത് ദിവ്യയോട് നീ എവിടെയാ, ലൈവ് ലൊക്കേഷനൊക്കെ അയക്കാനായി അരുൺ പറയുകയാണ്. എന്നാൽ ദിവ്യയാണെങ്കിലോ താൻ ഫ്രണ്ട്സിന്റെ വീട്ടിലാണ്, ഉടനെ ഇറങ്ങുമെന്ന് കള്ളം പറയും. പക്ഷേ ദിവ്യയുടെ ഫ്രണ്ടാണെങ്കിലോ സ്റ്റോറി പോസ്റ്റ് ചെയ്തതിൽ നിന്നും അവൾ കമ്പനിയിലുള്ളവരുമായി കറങ്ങാൻ പോയെന്ന് അരുൺ അറിഞ്ഞിരുന്നു. അരുൺ ദേഷ്യപ്പെട്ട് കോള് കട്ട് ചെയ്യുകയാണ്. കാരണം അവരുടെ കമ്പനിയിലെ വിക്കി എന്ന പയ്യൻ ദിവ്യയോട് മിണ്ടുന്നതെന്നും അരുണിന് ഒട്ടും ഇഷ്ടമല്ല. അരുണാണെങ്കിലോ ദേഷ്യത്തിൽ ദിവ്യയെ കാണാനായി മദ്യപിച്ച് കൂട്ടുകാരനൊപ്പം പോവുകയാണ്. ദിവ്യയുടെ വീട്ടിലെത്തി നീ ആരോട് ചോദിച്ചിട്ട് പോയി, എന്നോടൊരു വാക്ക് ചോദിക്കാമായിരുന്നു, ആ വിക്കി ആള് ശരിയല്ല എന്നൊക്കെ പറയുമ്പോൾ മതി മതി എനിക്ക് തലവേദനിക്കുന്നു എന്ന് പറഞ്ഞ് ദിവ്യ കയറിപ്പോകും. ദേഷ്യം വന്ന അരുണാണെങ്കിലോ കൈ കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന കാറിന്റെ ഗ്ലാസ് ഇടിച്ച് പൊട്ടിക്കും. ഗ്ലാസ് കുത്തിക്കയറി അവന്റെ കൈ മുറിയുകയാണ്. അവന് ബോധവും പോകും. ദിവ്യയാണ് അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. ദിവ്യയ്ക്ക് നല്ല സങ്കടമുണ്ട്. അവൻ മദ്യപിച്ചത് അവൾക്ക് ഉൾക്കൊള്ളാനായില്ല. എന്നാൽ അരുണാണെങ്കിലോ കരഞ്ഞ് കാല് പിടിച്ച് അവളെ സമാധാനിപ്പിക്കും. വീട്ടിലെത്തിയ അരുണിനെ അച്ഛനാണെങ്കിൽ ഒരുപാട് വഴക്ക് പറയും. അരുണിന് അച്ഛനെ ഒട്ടും ഇഷ്ടമല്ല. കാരണം അച്ഛൻ മറ്റൊരു സ്ത്രീയുമായി ബന്ധമുണ്ട്. ആ ഒരു കുടുംബത്തെയും അവന്റെ അച്ഛനാണ് നോക്കുന്നത്. നാട്ടുകാർക്കെല്ലാം അതറിയാം, അമ്മയ്ക്കും അതറിയാം. അഡ്ജസ്റ്റ് ചെയ്താണ് ജീവിക്കുന്നത് പോലും. അടുത്ത ദിവസം അരുണാണെങ്കിലോ ദിവ്യയ്ക്ക് ഇഷ്ടമുള്ള കേക്കൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അവളെ സമാധാനിപ്പിക്കുമ്പോഴോ ഇനി ഇതുപോലെ ഉണ്ടായാൽ അവനെ ബ്രേക്കപ്പ് ചെയ്യുമെന്ന് അവൾ ഭീഷണിപ്പെടുത്തും. അങ്ങനെ ഇരിക്കെ അവരുടെ കമ്പനിയിൽ പുതുതായി ഒരു പയ്യൻ ജോയിൻ ചെയ്യും, ഒരു വ്ളോഗർ പയ്യൻ. അവനാണെങ്കിലോ എല്ലാവരുമായി നല്ല കമ്പനിയാവുകയാണ്. അങ്ങനെ ഇരിക്കെ അടുത്ത ദിവസം അരുണിന്റെയും ദിവ്യയുടെയും കോമൺ ഫ്രണ്ടായ പ്രവീൺ ആണെങ്കിലോ തന്റെ കമ്പനിയിൽ നല്ല പ്രോഫിറ്റ് കിട്ടിയതിൽ പാർട്ടി വെക്കുകയാണ്. ദിവ്യയും അരുണും പാർട്ടിക്ക് പോകും. പ്രവീണിന് പഠിക്കുന്ന സമയം മുതലേ ദിവ്യയോട് ക്രഷ് ഉണ്ടായിരുന്നു. അക്കാര്യം എല്ലാവർക്കും അറിയാം. അവരതൊക്കെ പാർട്ടിയിൽ സംസാരിക്കുന്നത് അരുണിന് ഇഷ്ടമായില്ല. അവൻ ദേഷ്യത്തിൽ വീണ്ടും മദ്യപിക്കുവാനായും ആരംഭിച്ചു. എന്നാൽ പ്രവീണാണെങ്കിലോ നീ എന്താ പരിപാടി, ജോലിയൊന്നും ആയില്ലേ, എങ്കിൽ പ്രവീണിന്റെ കമ്പനിയിൽ ചേരുവാനായും പറയുമ്പോൾ അഭിമാനത്തിന് ക്ഷതം സംഭവിച്ച അരുണാണെങ്കിലോ പ്രവീണിനെ തല്ലും. അവിടെ പ്രശ്നമുണ്ടാക്കിയത് ദിവ്യയ്ക്ക് സഹിക്കാനായില്ല. അതിനുശേഷം ദിവ്യ അരുണുമായി വലുതായിട്ട് മിണ്ടത്തില്ല. അങ്ങനെ ഇരിക്കെ അരുണാണെങ്കിൽ ഒരു ജോലി കണ്ടെത്തുകയാണ്. ഒരു ഡിസൈനിങ് കമ്പനിയിൽ അവൻ ജോലിക്ക് കയറുവാനായും തീരുമാനിക്കും. അക്കാര്യം അവൻ ദിവ്യയെ അറിയിക്കും. അരുണിന് ജോലി കിട്ടിയത് ദിവ്യയ്ക്ക് ഒരുപാട് സന്തോഷമായി. അവൾ വീണ്ടും അവനുമായി മിണ്ടുകയാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അരുൺ ദിവ്യയോട് എൻ്റെ അമ്മ നമ്മുടെ കല്യാണത്തെപ്പറ്റി ചോദിക്കുന്നു, നീ എപ്പോഴാ നിന്റെ വീട്ടിൽ അത് പറയുന്നത് എന്നൊക്കെ അരുൺ തിരക്കുമ്പോൾ അതിനെനിക്ക് കുറച്ച് ടൈം വേണമെന്ന് ദിവ്യ പറയും. അരുണാണെങ്കിലോ ദിവ്യയെ തൻ്റെ അമ്മയ്ക്ക് കാണണമെന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അക്കാര്യം കൂട്ടുകാരിയോട് പറയുമ്പോൾ നീ ഒന്നുകൂടി ഒന്ന് ആലോചിക്കുക, ഈ അരുണിന് വിവാഹം കഴിച്ചാൽ നിനക്ക് സ്വതന്ത്രമായി ഒന്ന് പുറത്തു പോകാൻ പോലും പറ്റുമോ എന്നൊക്കെ ഫ്രണ്ട് ഉപദേശിക്കും. അത് കേട്ട് ദിവ്യയുടെ മനസ്സ് മാറുകയാണ്. അങ്ങനെ ദിവ്യയാണെങ്കിലോ അരുണിന്റെ അമ്മയെ കാണാനായി എത്തും. അവൾ പേടിച്ചതുപോലെ തന്നെ അമ്മ വിവാഹത്തെപ്പറ്റി ചോദിച്ചു. അതേസമയം അരുണിന്റെ അച്ഛനാണെങ്കിലോ വീട്ടിൽ കുടിച്ചുകൊണ്ട് കയറി വരും. അമ്മയുമായി ഓരോന്ന് പറഞ്ഞ് വഴക്കായപ്പോൾ അമ്മയാണെങ്കിലോ അച്ഛൻ്റെ ചിന്ന വീടിനെ പറ്റി പറഞ്ഞു. അതെല്ലാം കേട്ട ദിവ്യയ്ക്ക് ആ ഒരു ബന്ധത്തിനുള്ള താല്പര്യം തന്നെ കുറഞ്ഞു. അരുണിന് ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങാനാണ് ആഗ്രഹം. അതിൽ അവൻ്റെ ഏരിയയിലുള്ള ഒരു ഫ്രണ്ട് ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. റെസ്റ്റോറൻറ്റിനെ പറ്റി ചിന്തിച്ച് ജോലിയിൽ ഉഴപ്പിയപ്പോൾ അരുണിന് ജോലിയിൽ നിന്നും പറഞ്ഞുവിട്ടു. അക്കാര്യം അരുൺ ദിവ്യയോട് പറഞ്ഞിട്ടേയില്ല. അങ്ങനെ അരുൺ ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യം തിരക്കി ഫ്രണ്ടിനടുത്ത് ചെന്നപ്പോൾ ഫ്രണ്ടിന് ചെറിയ ഫാമിലി പ്രശ്നമുള്ളതിനാൽ നടക്കില്ല എന്ന് പറയുന്നതിനാൽ അരുണ് ദേഷ്യം വന്ന് ആ ഫ്രണ്ടുമായി നല്ല പ്രശ്നമുണ്ടാക്കും. അവർ രണ്ടാളും വഴക്കുകൂടി പിരിയുകയാണ്.
സങ്കടം സഹിക്കാനാകാതെ ദിവ്യയെ ഫോൺ വിളിച്ച് എനിക്ക് നിന്നെ കാണാൻ തോന്നുന്നു എന്ന് പറയുമ്പോൾ ദിവ്യയാണെങ്കിലോ അച്ഛന് സുഖമില്ലാത്തതിനാൽ നാട്ടിൽ പോകുന്നു എന്ന് പറയും. സത്യത്തിൽ അതൊരു കള്ളമായിരുന്നു. അവൾ ഫ്രണ്ട്സിനോടൊപ്പം കറങ്ങാൻ പോയിരിക്കുകയായിരുന്നു. അങ്ങനെയിരിക്കെ ആ ഒരു വ്ളോഗറിന്റെ അക്കൗണ്ട് 5 ലക്ഷം ഫോളോവേഴ്സ് ആയതിന്റെ പാർട്ടി നടത്തുവാനായും തീരുമാനിക്കും. മദ്യം വേണ്ട, അതിനേക്കാൾ ലഹരി വേണമെന്ന് അവൻ പ്ലാൻ ചെയ്ത് ഒരാളെ ആ വിവരം അറിയിക്കും. അത് അരുണിന്റെ ഫ്രണ്ടായിരുന്നു. ആ ഫ്രണ്ടിന്റെ കൂടെ ജോലിയൊന്നും ഇല്ലാത്തതിനാൽ അരുണുമുണ്ട്. ലഹരി മരുന്ന് കൊണ്ട് കൊടുക്കാനായി എത്തിയപ്പോൾ ആ വ്ളോഗർ തന്നെ ആളുകൾ ഈ കാര്യത്തിൽ തിരിച്ചറിയാതിരിക്കാൻ ഇമേജ് പോകുമെന്നൊക്കെ കരുതി മാസ്ക് വെച്ചിട്ടുണ്ട്. ആ മാസ്കിലൂടെ ആ ഫ്രണ്ട് അവനെ തിരിച്ചറിയുകയാണ്. ഇത് വ്ളോഗർ അല്ലേ എന്ന് ഉറപ്പുവരുത്താനായിട്ട് അവന്റെ അക്കൗണ്ടിൽ കയറി ലേറ്റസ്റ്റ് വീഡിയോ നോക്കിയപ്പോൾ ആ വീഡിയോയിൽ ദിവ്യയെ കാണുന്നു. അവൾ കള്ളം പറഞ്ഞ് കറങ്ങാൻ പോയെന്ന് അരുണിന് മനസ്സിലായി. അരുൺ ദിവ്യയെ കാണാനെത്തി പ്രശ്നമുണ്ടാക്കും. ദിവ്യയാണെങ്കിലോ ആ ബന്ധം മടുത്തു എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോവുകയാണ്. അതിനുശേഷം അവനുമായി മിണ്ടാതായി. ആ സമയമായിരുന്നു ദിവ്യയുടെ ബർത്ത്ഡേ. അന്ന് രാവിലെ തന്നെ നമ്മൾ പ്രണയിച്ചതിനു ശേഷം ഒരുമിച്ച് ആഘോഷിക്കാത്ത ആദ്യത്തെ ബർത്ത്ഡേ ആണ് ഇതെന്ന് പറഞ്ഞ് അരുൺ മെസ്സേജ് അയക്കും. ദിവ്യ സീൻ ചെയ്തതും അത് ഡിലീറ്റ് ചെയ്തു അവൻ. അത് കണ്ട ദിവ്യ അരുണിനെ ഫോൺ വിളിച്ച് ഒരു ഫ്രണ്ടിനോട് സംസാരിക്കും പോലെ സുഖമാണോ, ആഹാരം കഴിച്ചോ എന്നൊക്കെ സംസാരിക്കും. എന്നിട്ട് വൈകിട്ട് പാർട്ടിയുണ്ട് വരുമോ എന്ന് ചോദിക്കുമ്പോൾ അരുൺ സമ്മതിക്കും. സത്യത്തിൽ ബ്രേക്കപ്പ് ചെയ്യാനാണ് അവൾ വിളിക്കുന്നതും. 6 വർഷമായ പ്രണയമല്ലേ, സംസാരിച്ച് അവസാനിപ്പിക്കാമെന്നവൾ കരുതി. അങ്ങനെ അരുൺ പ്രശ്നമെല്ലാം അവസാനിപ്പിക്കണമെന്ന് കരുതി പാർട്ടിക്ക് പോകും. ഗിഫ്റ്റൊക്കെ കൊടുത്തു കഴിഞ്ഞതും ദിവ്യയാണെങ്കിലോ അരുണിന് മുകളിലേക്ക് കൂട്ടിക്കൊണ്ടു പോയിട്ട് ബ്രേക്കപ്പിന്റെ കാര്യം അവതരിപ്പിക്കും. എന്നാൽ അരുണിനാണെങ്കിലോ താല്പര്യമില്ല. അവൻ വേണ്ട ദിവ്യ എന്നൊക്കെ പറയുമ്പോൾ ദിവ്യ കേൾക്കില്ല. എന്നാൽ അവൻ മുകളിൽ നിന്ന് താഴേക്ക് ചാടുമെന്ന് ഭീഷണിപ്പെടുത്തുമ്പോൾ ദിവ്യ ഒന്ന് പേടിപ്പിക്കും. അവനെ സമാധാനിപ്പിച്ച് താഴേക്ക് കൂട്ടിക്കൊണ്ടുപോകും. കേക്ക് കട്ടിങ് കഴിഞ്ഞപ്പോൾ ഫ്രണ്ട്സ് ആണെങ്കിൽ സർപ്രൈസായി ട്രിപ്പ് പ്ലാൻ ചെയ്യും. ദിവ്യ തനിക്കൊരു മൂഡില്ല എന്ന് പറയും. പക്ഷെ അവരെല്ലാവരും ബുക്ക് ചെയ്തു കഴിഞ്ഞു. വ്ളോഗറായ മദനാണെങ്കിലും ദിവ്യയെ നിർബന്ധിച്ചപ്പോൾ ദിവ്യ അവരോടൊപ്പം അരുണിനെയും വിളിച്ചു. അരുണാണെങ്കിലോ മദനുള്ളത് കൊണ്ട് ഒന്നും നോക്കിയില്ല. എല്ലാ സാധനവും പാക്ക് ചെയ്ത് അവരോടൊപ്പം പുറപ്പെട്ടു. അവിടെ വെച്ച് മദനും ദിവ്യയും കൂടുതൽ അടുക്കുന്നത് അരുണിന് സഹിക്കാനായില്ല. അവൻ പല പല കാര്യങ്ങളിൽ ദിവ്യയെ തടയുവാനായും തുടങ്ങി. ദിവ്യയ്ക്കാണെങ്കിലോ അതൊന്നും ഇഷ്ടമാകുന്നില്ല. ഒരിക്കൽ രാത്രി ഫ്രണ്ട്സ് എല്ലാം ഇരുന്ന് സംസാരിക്കുകയായിരുന്നു. അപ്പോൾ അതിൽ സുഹൈൽ എന്ന പയ്യൻ തൻ്റെ കാമുകിക്ക് ഫ്രീഡം നൽകുന്നതിനെ പറ്റി അരുണിനോട് പറയും. അവളുടെ ഫ്രീഡം അവൾക്ക്, അതിൽ ഞാൻ ഒരിക്കലും ഇടപെടില്ല എന്നൊക്കെ സുഹൈൽ പറയും. അപ്പോൾ അരുണാണെങ്കിലോ മദനെ പറ്റി അവൾ എന്നോട് ഒരു കാര്യം പോലും പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം സുഹൈലിനോട് പറയുമ്പോൾ വിക്കിയെ പറ്റി പറഞ്ഞപ്പോൾ അന്നുണ്ടായിരുന്ന പ്രശ്നത്തെപ്പറ്റി ചിന്തിച്ചത് കൊണ്ടാണ് അവൾ പറയാത്തതെന്നും സുഹൈൽ മറുപടി പറയും. അത് കേട്ട അരുണാണെങ്കിലോ താൻ ഓവറാകുന്നു എന്നൊക്കെ ചിന്തിക്കും. അതിനുശേഷം റൂമിലെത്തിയ അരുൺ അവരുടെ പഴയ ഫോട്ടോസ് ഒക്കെ എടുത്തു നോക്കും. അരുണിന് നല്ല വിഷമമാകുന്നു. ക്യാമ്പ് ഫയർ നടക്കുമ്പോൾ ദിവ്യയ്ക്ക് വേണ്ടി അരുൺ കേക്കൊക്കെ റെഡിയാക്കിയിരുന്നു. മാത്രമല്ല മദ്യപിച്ച് നിൽക്കുകയായിരുന്നു അരുൺ. അവൻ ബോധത്തിലല്ലല്ലോ, പ്രശ്നമൊന്നും വേണ്ട, കേക്ക് കട്ട് ചെയ്യാമെന്ന് തീരുമാനിച്ച് ദിവ്യ കേക്കും കട്ട് ചെയ്യും. അരുണാണെങ്കിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ക്ഷമ ചോദിച്ച് പ്രശ്നം അവസാനിപ്പിക്കാമെന്ന് പറയും. അപ്പോൾ ദിവ്യയാണെങ്കിലോ 6 വർഷം നിന്നെ പ്രേമിച്ചതിന് 60 വർഷം സഹിക്കേണ്ട കാര്യമില്ലെന്ന് പറയും. അത് കേട്ട അരുൺ ആത്മഹത്യ ചെയ്യുവാനായി കടലിലേക്ക് പോകുന്നു. സുഹൈലാണ് അരുണിനെ രക്ഷിച്ച് റൂമിലേക്ക് കൊണ്ടുപോകുന്നതും. ദിവ്യ കാണാനെത്തുമ്പോൾ അരുണിന്റെ അമ്മ ഫോൺ വിളിക്കും. ദിവ്യയാണ് കോൾ എടുത്തതും. നിങ്ങൾ ഒരുമിച്ചാണോ? അവൻ വിളിച്ചാലാണെങ്കിലോ ഫോൺ എടുക്കത്തേയില്ല. കല്യാണത്തിന് ശേഷം അവന്റെ കാര്യമൊക്കെ നീ നോക്കണമെന്ന് അമ്മ പറയും. അത് കേട്ട ദിവ്യയാണെങ്കിലോ ക്ഷമിക്കണം അമ്മ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അരുണിനെ പറ്റി അവർ പിരിഞ്ഞ കാര്യമൊക്കെ തുറന്നു പറയും. മനസ്സ് ശരിയല്ലാത്തതിനാൽ ദിവ്യയാണെങ്കിലോ മദനൊപ്പം നടക്കാനായി പോകും. മദനൊരു പ്രണയമുണ്ടായിരുന്നു. അത് പിരിഞ്ഞത് എങ്ങനെയാണെന്ന് ദിവ്യ ചോദിക്കുമ്പോൾ അവന്റെ യൂട്യൂബ് ചാനൽ വളരാൻ തുടങ്ങിയപ്പോൾ അതോടൊപ്പം അവന്റെ കാമുകിയും ഫേമസ് ആകുവാനായി തുടങ്ങി. അവളുടെ സ്വഭാവത്തിൽ മാറ്റം വന്നു. അവൾ കൈവിട്ടു പോകുമെന്ന് പേടിച്ച് കൺട്രോൾ ചെയ്യുവാനായി തുടങ്ങി. എന്നാൽ അവളാണെങ്കിലോ എന്നോട് കള്ളം പറഞ്ഞു. നമ്മൾ ലവ് ചെയ്യുമ്പോൾ അവർ വേദനിക്കരുതെന്ന് ചിന്തിച്ച് നുണ പറയുവാനായി തുടങ്ങും. പക്ഷെ ആ നുണയാണ് അവരെ ഒരുപാട് വേദനിപ്പിക്കുന്നതെന്ന് മദൻ പറയും. അപ്പോൾ ദിവ്യയ്ക്ക് താൻ തെറ്റായ തീരുമാനമെടുക്കുന്നു എന്നൊക്കെ ചിന്ത വരും. അവൾ ഒരുപാട് നുണ അരുണിനോട് പറഞ്ഞിട്ടുണ്ടല്ലോ. അടുത്ത ദിവസം അവർ ട്രക്കിങ്ങിന് പോകുമ്പോൾ അരുണും കൂടെയുണ്ട്. ദിവ്യയോട് ഒരു ചാൻസ് കൂടി തരുമോ, മദനെ കണ്ടിട്ടാണോ എന്നെ വേണ്ടെന്ന് പറയുന്നത് എന്നൊക്കെ അരുൺ ചോദിക്കുമ്പോൾ അത് കേട്ട ദിവ്യ, ഒരാണിനോട് മിണ്ടിയാൽ അത് പ്രേമമാകുമോ, എനിക്ക് നിന്നോട് ഫീലിങ്സ് ഒന്നും തോന്നുന്നില്ല എന്ന് ദിവ്യ പറയുന്നു. അത് കേട്ട അരുൺ ഒന്നും മിണ്ടാതെ നടന്നുപോയി. പിന്നീട് ഫോൺ വിളിച്ചിട്ട് കിട്ടാതെ ദിവ്യ അവിടമൊക്കെ അന്വേഷിക്കുമ്പോൾ അവൻ ബീച്ചിലിരുന്ന് കരയുകയാണ്. വീണ്ടും അവനിനി ഒരവസരം കിട്ടുമോ എന്ന് ചോദിക്കുമ്പോൾ നിന്റെ അച്ഛന് അമ്മ ഒരു ചാൻസ് കൂടി കൊടുക്കുമോ എന്ന ചോദ്യത്തിന് അരുണിന് മറുപടിയില്ലായിരുന്നു. അടുത്ത ദിവസം തിരിച്ചു വന്ന വഴിയിൽ അരുണും മദനും തമ്മിൽ സംസാരിക്കുവാനായും തുടങ്ങി.
അവർ പരസ്പരമുള്ള തെറ്റിദ്ധാരണകളൊക്കെ മാറ്റി. അടുത്ത ദിവസം അവർ യാത്രയൊക്കെ അവസാനിപ്പിച്ച് തിരിച്ചു പോവുകയാണ്. പോകുന്ന വഴിയിൽ അരുണും മദനും തമ്മിൽ സംസാരിക്കുവാൻ തുടങ്ങി. അവർ പരസ്പരമുള്ള തെറ്റിദ്ധാരണകളൊക്കെ മാറ്റി. അരുണാണെങ്കിലോ തൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഇന്റീരിയർ ഡിസൈൻ ചെയ്യുന്ന ആളാണ്, ഫ്രണ്ടിനെ പരിചയപ്പെടുത്തി തരാമെന്നൊക്കെ പറയും. കാരണം അരുൺ ഒരു കട തുടങ്ങുവാൻ പോവുകയാണല്ലോ, ആ കടയുടെ ഇന്റീരിയർ ഡിസൈൻ ചെയ്യാനായിട്ടാണ്. അങ്ങനെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് അവർ എത്തുമ്പോൾ അരുണാണെങ്കിലോ എല്ലാവരോടും യാത്ര പറഞ്ഞു പോകുവാനായി ഇറങ്ങും. ദിവ്യ ഒഴികെ മറ്റെല്ലാവരോടും യാത്ര പറഞ്ഞു. ദിവ്യ പിറകെ പോയി അരുൺ എന്ന് വിളിച്ച് കെട്ടിപ്പിടിക്കുമ്പോൾ അരുണാണെങ്കിൽ അവളെ മാറ്റിയിട്ട് ബൈ പറഞ്ഞു പോകുന്നു. താൻ തെറ്റ് ചെയ്തോ എന്നോർത്ത് ദിവ്യ ഒരുപാട് കരയുവാനായും തുടങ്ങി. അങ്ങനെ അരുൺ തൻ്റെ ലൈഫ് ഇങ്ങനെ പോയാൽ ശരിയാകില്ല, മാറ്റം വരുത്തണമെന്നും തീരുമാനിക്കും. 2 വർഷം കഴിഞ്ഞാണ് പിന്നീട് കാണിക്കുന്നത്. അരുൺ സ്വന്തമായി ആഗ്രഹിച്ചതുപോലെ ഒരു കോഫി ഷോപ്പ് തുടങ്ങി. അതിൻ്റെ ബ്രാഞ്ചൊക്കെ സ്റ്റാർട്ട് ചെയ്യുവാനായിട്ടും ആലോചിക്കുകയാണ്. അവൻ സക്സസ് ആയ ഒരു ബിസിനസ്സുകാരനായി മാറി. അവൻ നല്ല ലുക്കിൽ ബുള്ളറ്റിൽ തൻ്റെ ഷോപ്പിൽ വന്നിറങ്ങുകയാണ്. അവിടെ വെച്ച് അരുണാണെങ്കിലോ ദിവ്യയെ കാണുകയാണ്. 2 വർഷങ്ങൾക്ക് ശേഷമാണ് അരുണും ദിവ്യയും പിന്നീട് കാണുന്നതും. അവരന്നാണ് അത് അരുണിന്റെ ഷോപ്പാണെന്ന് അറിയുന്നത് പോലും. അരുണിനെ ദിവ്യയും കൂട്ടുകാരും ഒരുപാട് അഭിനന്ദിക്കും. അരുണാണെങ്കിലോ ദിവ്യയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കേക്ക് ഉണ്ടാക്കി നൽകുകയാണ്. അതോടെ സിനിമയും അവസാനിക്കുന്നു. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. പിന്നെ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയുമായി കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.